സിമ്പിൾ മെത്തേഡിലൂടെ പനീർ ബട്ടർ മസാല എങ്ങനെ തയ്യാറാക്കാൻ നോക്കാട്ടോ. അപ്പോൾ അതിനായിട്ട് പനീറിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പാനിലേക്ക് ഓയിലും ബട്ടറും ചേർത്തിട്ട് ഇതൊന്ന് ഇതേ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതേ പാനിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്കായ ഇട്ട് ഓയിൽ ഒഴിച്ച് വെളുത്തുള്ളി, സവാള, കാശ്മീരി മുളക്, തക്കാളി, കാഷ്യൂനട്ട്, ഉപ്പ്, കാശ്മീരി മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. പാനിലേക്ക് ഓയിൽ ഒഴിച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള ഉപ്പുമിട്ട് വഴറ്റിയതിന് ശേഷം തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് പച്ചമണം മാറുന്നവരെ വഴറ്റി അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പനീറും മല്ലിയിലയും ബട്ടറും ഇട്ട് ടൊമാറ്റോ സോസും പാലും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ജീരകപ്പൊടിയും ഗരം മസാലയും പഞ്ചസാര ഇട്ട് കൊടുക്കാം. അവസാനം തക്കാളിയും മല്ലിയിലയും ചേർത്ത് കൊടുത്താൽ സിമ്പിൾ രീതിയിലുള്ള പനീർ ബട്ടർ മസാല റെഡി.